എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമായിട്ടും ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുവാനും അവ ശാസ്ത്രീയമായി സംസ്കരിക്കുവാനും രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക കർമ്മസേനയാണ് ഹരിതകർമ്മസേന. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, മറ്റ് അജൈവ മാലിന്യങ്ങൾ എന്നിവ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ എത്തിച്ച് പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ് എന്നിങ്ങനെ തരംതിരിച്ച് അവ പ്ലാസ്റ്റിക്കുകൾ ക്ലീൻ കേരള കമ്പനി പോലുള്ള ഏജൻസികൾക്ക് കൈമാറുകയും റോഡ് ടാറിങ്ങിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചയിച്ചിരിക്കുന്ന ചെറിയൊരു തുക, അതായത് യൂസർ ഫീ, ഇവർക്ക് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് നൽകേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ യൂസർ ഫീ നൽകുന്നത് നിർബന്ധമാക്കിയതിനാൽ തന്നെ ഈ തുക നൽകാത്തവർക്ക് പഞ്ചായത്തുകളും മറ്റും ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ തടസ്സം നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് ഹരിതകർമ്മസേന യൂസർ ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമാണെന്നതാണ് സാരം. ഇപ്പോഴിതാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഏപ്രിൽ 1 മുതൽ മാലിന്യങ്ങൾ 4 തരംതിരിച്ച് സംസ്കരിക്കണമെന്ന് അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം, സാനിറ്ററി മാലിന്യം അതായത് നാപ്കിൻ, ഡയപ്പർ, ടിഷ്യൂ പേപ്പർ മുതലായവ, പ്രത്യേകം പരിചരണം ആവശ്യമുള്ള തടി, ചിരട്ട, വേസ്റ്റ്, ബയോമെഡിക്കൽ രാസവസ്തുക്കൾ പോലുള്ള മാലിന്യങ്ങൾ എന്നിങ്ങനെയാണ് തരംതിരിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും ഫെബ്രുവരി 19 സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഇവ നടപ്പിലാക്കുന്നത്. പ്രധാനമായും ഹോട്ടലുകൾ, വൻകിട സമുച്ചയങ്ങൾ, മാർക്കറ്റുകൾ, ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വൻതോതിൽ മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങളെ നിശ്ചയിക്കുവാൻ 3 മാനദണ്ഡങ്ങളും പരിഷ്കരിച്ച ചട്ടത്തിലുണ്ട്. 20,000 ചതുരശ്ര മീറ്ററോ കൂടുതലോ തറ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, പ്രതിദിനം 40,000 ലിറ്ററോ കൂടുതലോ വെള്ളം ഉപയോഗിക്കുന്നവർ, പ്രതിദിനം 100 കിലോഗ്രാമിൽ അധികം ഖരമാലിന്യം തള്ളുന്നവർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ബാധകമാകുന്നവരാണ് ഈ വിഭാഗത്തിൽ. അവർ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പോർട്ടൽ വഴി രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് മാലിന്യങ്ങൾ അംഗീകൃത സാങ്കേതിക വിധികൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കാവുന്നതാണ്. പുതുതായിട്ട് തുടങ്ങുന്ന വൻകിട സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ടും ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടതാണ്. ഭക്ഷണ അവശിഷ്ടങ്ങൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, ക്യാനുകൾ, കവറുകൾ, ചിരട്ടകൾ, പച്ചക്കറി, പഴം അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിനായിട്ട് ഉചിതമായിട്ടുള്ള കണ്ടെയ്നറുകൾ തെരുവ് കച്ചവടക്കാർക്ക് കരുതേണ്ടതാണ്. ഉചിതമായിട്ടുള്ള കണ്ടെയ്നറുകൾ തെരുവ് കച്ചവടക്കാർ കരുതേണ്ടതാണ്. 100-ലധികം പേരുള്ള പരിപാടികൾ നടത്തുമ്പോൾ 3 പ്രവൃത്തി ദിനം മുൻപും തദ്ദേശ സ്ഥാപനത്തെ അറിയിക്കേണ്ടതാണ്. പുനരുപയോഗിക്കുവാനോ ഊർജ്ജത്തിന് ആവശ്യങ്ങൾക്കോ കഴിയാത്ത മാലിന്യം മാത്രം കുഴിച്ചു മൂടുവാൻ അനുവാദമുള്ളൂ. കേരളത്തിന്റെ ശുചിത്വ ഭൂപടത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഹരിതകർമ്മസേനയും പുതിയ മാലിന്യ സംസ്കരണ ചട്ടങ്ങളും വഴി വഴിതെളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.